الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചവന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിക സമൂഹത്തിൽ ജനിക്കാനും വളരാനും ജീവിക്കാനുമൊക്കെ അവസരം ലഭിച്ചവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നാം ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായത്തിന്റെ മൗലികമായ സവിശേഷതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സഹോദരി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മിൽ പലർക്കും പല മറുപടികളായിരിക്കും ഉണ്ടായിരിക്കുക. ചിലര് പറയും അല്ലാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം ഉമ്മ എന്ന് പറയും. വേറെ ചിലര് പറയും തൗഹീദിൽ നിലകൊള്ളുന്നവരാണ്, ഷിർക്ക് ചെയ്യാത്തതാണ് ഈ സമുദായം, അതാണ് ഈ സമുദായത്തിന്റെ പ്രത്യേകത. ഇനിയും മറുപടികൾ ഉണ്ടാകാം. നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് നൽകുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം ഉമ്മ. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ഈ സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് എന്ന ചോദ്യത്തിന് പല മറുപടികളും നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായേക്കും. ഈ ഉത്തരങ്ങളൊന്നും ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷെ ഈ ഉത്തരങ്ങളൊക്കെ ഭാഗികമായി മാത്രമേ ശരിയാകുന്നുള്ളൂ. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് പറയേണ്ട അതോറിറ്റി ഈ ഉമ്മത്തിന്റെ അതോറിറ്റിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് പടച്ചവൻ ആണല്ലോ. ആ പടച്ചവൻ അത് പറയാതിരുന്നിട്ടുമില്ല. ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ മുസ്ലിം സമുദായം ഖൈർ ഉമ്മത്താണ് എന്നതാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞത് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത് ഖൈർ ഉമ്മത്താണ് എന്നതാണ്. ലോകത്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സമുദായമാണ്, പടച്ചവന് പ്രിയപ്പെട്ട ഉമ്മത്താണ്, ഖൈർ ഉമ്മത്താണ്. എന്തുകൊണ്ടാണ് ഖൈർ ഉമ്മത്തായത് എന്നതിനുള്ള മറുപടിയാണ് കുറെ കൂടി പ്രസക്തമായിട്ടുള്ളത്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മ ഖൈർ ഉമ്മത്തായി, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മത്തായി എന്നതിനുള്ള മറുപടിയാണ് കുറെ കൂടി പ്രസക്തമായിട്ടുള്ളത്. അഥവാ എങ്ങനെയാണ് മുസ്ലിം ഉമ്മ ഖൈർ ഉമ്മത്തായത്, പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമുദായമായത്? അള്ളാഹു അതിന് ന്യായമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഈ ഉമ്മത്ത് നിർവഹിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഖൈർ ഉമ്മത്തായത് എന്നാണ്. നിങ്ങൾ ഖൈർ ഉമ്മത്തായത് രണ്ട് കാര്യങ്ങൾ ഈ ഉമ്മത്തിന്റെ സവിശേഷതയെ അള്ളാഹു എടുത്തു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഖൈർ ഉമ്മത്താവാനുള്ള ഈ സമുദായത്തിന്റെ ന്യായം ആ രണ്ട് കാര്യങ്ങളാണ് എന്നാണ്. അത് തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ലോകത്ത് നന്മ കൽപ്പിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഖൈർ ഉമ്മത്തായത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയായിരിക്കണം എല്ലാ കാലഘട്ടങ്ങളിലും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറയുന്നത്, ഈ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. സൂറ ആല ഇംറാനിലെ 110-ാമത്തെ ആയത്താണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്ത് ലിന്നാസ്, നിങ്ങൾ ഏറ്റവും ഉയർന്ന ഉത്തമ സമുദായമാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉമ്മത്ത് ഖൈർ ഉമ്മത്ത് ഉത്തമ സമുദായമായി തീരണം. ഉഖരിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉമ്മത്താണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും വ തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ്. വ തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഉമ്മത്താണ്. അപ്പൊ ഇമാം റാസി റഹിമഹുല്ലാഹി അലൈഹി തന്റെ തഫ്സീറിൽ ഈ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്ത് ലിന്നാസ് എന്ന ആയത്തിൽ തുഅ്മിനൂന ബില്ലാഹ് എന്ന് പറയുന്നത് മൂന്നാമത്തേതാണല്ലോ. മൂന്നാമതായിട്ടാണ് അള്ളാഹു പറയുന്നത് തുഅ്മിനൂന ബില്ലാഹ്, തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നത് മൂന്നാമതായിട്ട് പറയുമ്പോൾ ഖൈർ ഉമ്മത്ത് ആവുക എന്നതിന്റെ കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതല്ല, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് ഇമാം റാസി തന്റെ തഫ്സീറിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാന്മാരായ മുഫസ്സിറുകൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് ഈ സമുദായത്തിന്റെ ഹൈരിയത്തിന്, ഈ സമുദായത്തിന്റെ പ്രത്യേകതക്കും സവിശേഷതക്കും കാരണമാകുന്നില്ല എന്നതിന് അവർ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ അവർ പറയുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സമുദായമാണ് മുസ്ലിം ഉമ്മ, അതുകൊണ്ട് ഈ സമുദായം ഖൈർ ഉമ്മത്താണ് എന്നതല്ലല്ലോ. മൂന്നാമതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. മുഫസ്സിറുകൾ എന്തുകൊണ്ട് മൂന്നാമതായി ഇത് പറയുന്നു? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് ഈ ഉമ്മത്തിന്റെ ഹൈരിയത്തിന് കാരണമായിട്ട് ആദ്യം പറയുന്നില്ല എന്നതിന് മറുപടിയായി പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് മറ്റു പല സമുദായങ്ങളും അവർക്കും ബാധകമായ കാര്യമാണ് എന്നാണ്. മറ്റു പല സമുദായങ്ങളും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് മാത്രം ഖൈർ ഉമ്മത്താവുകയില്ല എന്നാണ് അവർ പറയുന്നത്. പടച്ചവന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്തെ മഹാഭൂരിപക്ഷവും. വേദവിശ്വാസികളൊക്കെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്.
അതുപോലെ തന്നെ മഹാഭൂരിപക്ഷം ജനങ്ങളും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഹൈറിയത്തിന് അടിസ്ഥാനമാക്കാവതല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം മറ്റു സമുദായങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ധാരാളമായിട്ട് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഹൈർ ഉമ്മത്ത് എന്ന സവിശേഷതക്ക് മുസ്ലിം ഉമ്മ അർഹമായി എന്നതിന്റെ ന്യായം തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. യൂതരും ക്രൈസ്തവരും ഒക്കെ തത്വത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അവരൊക്കെ വേദ കിതാബിന്റെ ആളുകളാണ്. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുസ്ലിം ഉമ്മത്താണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഖൈർ ഉമ്മത്ത് അഥവാ ഉത്തമ സമുദായം. കാരണം അതിന്റെ ന്യായം അംറു ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ലോകത്ത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ട സമുദായം എന്ന്. അപ്പൊ ഈ ഒരു കാര്യം ആമുഖമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത? എന്റെ സമുദായം അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം ഉമ്മ പടച്ചവനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹൈർ ഉമ്മത്താണ്. എന്തുകൊണ്ടാണ് ഈ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം ഉമ്മ ഹൈർ ഉമ്മത്തായത്? ഈ ഉമ്മത്താണ് ലോകത്ത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിയോഗിക്കപ്പെട്ട ദൗത്യമായി നിശ്ചയിക്കപ്പെട്ട സമുദായം. ലോകാവസാനം വരെ ലോകത്ത് ഈ പണി നിർവഹിക്കേണ്ടവർ മുസ്ലിം ഉമ്മയാണ്. ഇത് ആമുഖമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി ഈ ആയത്തിന് മുമ്പ് സൂറത്ത് ആൽ ഇമ്രാനിലെ 4 ആയത്തുകൾ, സൂറത്ത് 100 മുതൽ 104 വരെയുള്ള 5 ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി 4 കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന് യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ എന്നാണ്. സത്യവിശ്വാസികളെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ സവിശേഷതയിലേക്ക് വരുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ വേദം ലഭിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു കൂട്ടരുടെ വാദങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ, വേദം ലഭിച്ചിട്ടുള്ളവരിൽ ഒരു വിഭാഗത്തിന്റെ വാദങ്ങളെ നിങ്ങൾ അംഗീകരിച്ചാൽ, യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ ഈമാനിന് ശേഷം മുഅ്മിൻ വിശ്വാസികളായതിനു ശേഷം അവർ നിങ്ങളെ സത്യനിഷേധത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതാകുന്നു. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടവണ്ണം, പടച്ചവനെ സൂക്ഷിക്കേണ്ടവണ്ണം നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. മുസ്ലിം ആയിരിക്കുന്ന അവസ്ഥയിലല്ലാതെ നിങ്ങൾക്ക് മരണം സംഭവിക്കാതിരിക്കട്ടെ. മൂന്നാമത്തെ കാര്യം വഅതസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ച് വിവിധ കക്ഷികളായി തീരരുത്. ഈ 3 കാര്യങ്ങൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ വിശ്വാസികളെ ഉണർത്തുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് 4ാമതായി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഅ്മിനുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതെന്താണ്? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫി വ യൻഹൗന അനിൽ മുൻകർ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ നിങ്ങളൊരു ഉമ്മത്തായി തീരണം. വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു ഉമ്മത്തായി തീരണം. യഅ്മുറൂന ബിൽ മഅറൂഫി വ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കുന്ന, നന്മയിലേക്ക് നാട്ടുകാരെ ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു ഉമ്മത്തായി നിങ്ങൾ മാറണം. വയഖ്മുറൂന ബിൽ മഅറൂഫി വ യൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തായി നിങ്ങൾ മാറണം. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയം വരിക്കുന്നവർ. അഥവാ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പിന്തുടർന്നുകൊണ്ട് 4ാമത് പറയുന്ന ഈ കാര്യം നിർവഹിക്കുന്നവരാകണം. അതാണ് നിങ്ങളുടെ നിയോഗ ദൗത്യം, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തൊക്കെയാണ് പടച്ച റബ്ബ് ഈ ആയത്തുകളിലൂടെ പറയുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്, ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പിറകിൽ നടക്കേണ്ട ഒരു സമുദായമല്ല, അഥവാ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഉമ്മത്തല്ല മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ, അങ്ങനെ മറ്റുള്ളവരുടെ പിറകെ അവർ പറയുന്നത് കേട്ട് പോകാൻ നിങ്ങൾ ഒരുങ്ങിയാൽ മറ്റു സമുദായങ്ങൾ നിങ്ങളെ വീണ്ടും വിശ്വാസികളായതിനു ശേഷം കുഫറിലേക്ക്, സത്യനിഷേധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി,
ഇസ്ലാമിക ഉമ്മത്ത് മദീനയിൽ മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ജൂതർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. എല്ലാ കാലത്തും ജൂതന്മാരുടെ തന്ത്രമാണ്. ഏറ്റവും അവസാനം നമ്മൾ കാണുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും കൂടി അവസാനം ചുട്ടെടുത്ത ഒരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബ് ലോകത്തെ മൊത്തം നിഷ്പ്രഭരാക്കി അവരെയൊക്കെ മൗനസമ്മതത്തോടുകൂടി ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഭൂപടത്തിന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കരാറാണ് 20 നിർദ്ദേശമായി ഏറ്റവും അവസാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത് എല്ലാ കാലഘട്ടങ്ങളിലും ജൂതന്മാരുടെ ശ്രമമായിരുന്നു, ജൂതന്മാരുടെ തന്ത്രമായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഇസ്ലാമിക സമൂഹത്തെ പരസ്പരം ചിത്രീകരിക്കുക. അപ്പൊ അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷം ആ സമൂഹത്തെ വലിയ മനോഹരമായ രീതിയിൽ ആ സമൂഹത്തിൽ ഇസ്ലാമികമായ ഒരു രാഷ്ട്രഘടന രൂപീകരിക്കുകയും അവിടുത്തെ ഗോത്രങ്ങളുമായൊക്കെ കരാറിൽ ഏർപ്പെടുകയും അങ്ങനെ ഇവരുടെയൊക്കെ എല്ലാ പദ്ധതികളും പൊളിച്ചു കളയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം തകർക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ജൂതരുടെ ഭാഗത്തുണ്ടാകുന്നത്. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി ഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഈ ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അഥവാ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. കുഫർ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ചല്ല, യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ എന്ന് അള്ളാഹു പറയുന്നത്. മറിച്ച് മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതിനായിരുന്നു വേദക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഇവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ടവരല്ല മുസ്ലിം സമുദായം, ഇവരുടെ പുറകെ പോകേണ്ടവരല്ല, ഇവർ പറയുന്നത് കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ല. മുസ്ലിം ഉമ്മ സ്വന്തമായ ഒരു ദൗത്യവും ഒരു നിയോഗവും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട ഉമ്മത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ. അതാണ് ഒന്നാമതായി അല്ലാഹു പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത്, നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ നിലപാടുകളുടെയും പ്രചോദനം തഖ്വയായിരിക്കണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പടച്ച റബ്ബിനോടുള്ള ഭയഭക്തിയായിരിക്കണം. നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടത് പടച്ചവനെയായിരിക്കണം. പടപ്പുകളുടെ തൃപ്തി മോഹിച്ച് പടച്ചവന്റെ വിരോധം, പടച്ചവന്റെ വെറുപ്പ് നേടിയെടുക്കേണ്ടവരല്ല നിങ്ങൾ. എന്തിനും ഏതിനും നിങ്ങളുടെ അടിസ്ഥാനം, നിങ്ങളുടെ പ്രചോദനം തഖ്വയാകണമെന്ന് രണ്ടാമതായി പറയുകയാണ്. മൂന്നാമതായി പറയുന്നത്, നേരത്തെ എന്തിനു വേണ്ടിയാണോ ജൂത ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് നേർ വിപരീതമായി മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ ഊന്നിപ്പറയുകയാണ്, അടിവരയിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൂന്നാമതായി പറയുന്നത്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അനൈക്യമുണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഇസ്ലാമിക ആദർശ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. പലരും പല ഭാഗത്തേക്ക് ഈ ഉമ്മത്തിനെ പിടിച്ചു വലിക്കുന്ന സാഹചര്യം, അവസ്ഥ ഒരിക്കലും ഉണ്ടായി പോകരുത്. എന്തിനാണ് ഇതൊക്കെ അല്ലാഹു പറയുന്നത്? എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോകേണ്ടവരല്ല. നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം. നിങ്ങൾ ഒറ്റക്കെട്ടായി മുസ്ലിം ഉമ്മ ഒന്നിച്ചു നിൽക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിട്ട് നിങ്ങൾ അംബിയ മുർസലുകൾ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ നിർവഹിച്ച അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ, അതിനുവേണ്ടി നിങ്ങൾ രംഗത്ത് വരണം. സത്യവിശ്വാസികളുടെ വിജയത്തിന്റെ അടിസ്ഥാനമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നാലാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യം ഓർമ്മപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ സവിശേഷതയെ അടയാളപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നത് വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ എന്ന് പറയുന്നത്. അപ്പൊ വിജയികളാകുന്ന വിശ്വാസികളുടെ അടയാളമായി കൊണ്ട് അള്ളാഹു എടുത്തു പറയുന്നത് ഈ തഖ്റൂന ബിൽ മഅറൂഫ്, അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ഇത്ര പ്രാധാന്യത്തോടു കൂടി, ഇത്ര ഗൗരവത്തോടു കൂടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ട ഈ ഒരു നിയോഗ ദൗത്യത്തോട്, ഉമ്മത്ത് മുസ്ലിമയുടെ ഖൈറിയത്തിന്റെ അടിസ്ഥാനത്തോട് മുസ്ലിം ഉമ്മത്തിന്റെ സമീപനം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഇതൊരു മുഖ്യ വിഷയമായി മുസ്ലിം സമുദായം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഒരാവർത്തി മുന്നോട്ട് പോയാൽ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഒരാവർത്തി നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഒരു തഫ്സീറിന്റെയും സഹായമില്ലാതെ കേവലം അർത്ഥം മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് ആയത്തുകളിൽ പടച്ച റബ്ബ് ഇതിന്റെ ഗൗരവവും പ്രാധാന്യവും ഈ സമുദായത്തെ അടിക്കടി ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ പ്രാധാന്യം വ്യക്തമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം ഉണർത്തുമ്പോൾ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഖൈറിയത്തിന്റെ അടിസ്ഥാനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ
എന്തിന്റെയൊക്കെ കൂടെയാണ് അത് ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഈ ദൗത്യം ചേർത്ത് പറഞ്ഞത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. എന്തിന്റെയൊക്കെ കൂടെയാണ് അള്ളാഹു ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന മുസ്ലിം ഉമ്മത്തിന്റെ നിയോഗ ദൗത്യത്തെ ചേർത്ത് പറഞ്ഞത് എന്ന് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇതേ അധ്യായത്തിൽ സൂറത്ത് ആൽ ഇംറാനിൽ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 113, 114 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, ലൈസു സവാഅൻ മിൻ അഹ്ലിൽ കിതാബ് ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന കിതാബ ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുസാരിഊന ഫിൽ ഖൈറാത്തി വഉലൈക മിനസ് സ്വാലിഹീൻ. എന്നാൽ അല്ലാഹു പറയാണ്, ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ വേദവിശ്വാസികളുടെ ഈ ശ്രമങ്ങളെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് പിന്നീട് 113 ആയത്തിൽ എത്തിയപ്പോൾ അല്ലാഹു പറയാണ്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ലൈസു സവാഅൻ മിൻ അഹ്ലിൽ കിതാബ്, വേദവിശ്വാസികൾ എല്ലാവരും ഒരുപോലെയല്ല. സന്മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം അവരിലുണ്ട്, അല്ലേ? ഉമ്മത്തും ഖായിമത്തും യത്ലൂന ആയാത്തില്ല, സന്മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഈ വേദവിശ്വാസികളിലുണ്ട്. അവർ നിശാവേളകളിൽ ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ, അവർ നിശാവേളകളിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുകയും അവന്റെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. എന്നിട്ട് പറയാണ്, യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നവരാണ്. ഇവിടെ അള്ളാഹു ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഈ ദൗത്യം ചേർത്ത് പറഞ്ഞത് അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസത്തിന്റെ കൂടെയാണ്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, പടച്ചവരിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തിനോട് ചേർത്തുകൊണ്ടാണ് ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന മുസ്ലിം ഉമ്മത്തിന്റെ നിയോഗ ദൗത്യത്തെ അള്ളാഹു ചേർത്ത് പറയുന്നത്. ഇനി നമ്മൾ ഖുർആനിൽ മുന്നോട്ട് പോകുമ്പോൾ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം, അല്ലെ, നമ്മൾ കാണുന്നുണ്ട്. തത്വജ്ഞാനിയായ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ തത്വജ്ഞാനിയായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പ്രിയപ്പെട്ട മകനെ, തന്റെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ആ രംഗം ഖുർആൻ സ്ഥിരീകരിക്കുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ഭാഷയിലാണ്. യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ടാണ്, എന്റെ പ്രിയപ്പെട്ട മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശങ്ങളിൽ പലതും ആരംഭിക്കുന്നത്. അങ്ങനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ആരാധനാപരമായി, ശാരീരികമായും ഫിസിക്കലായി ഒരു മനുഷ്യന് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയെ എടുത്തു പറയുന്നുണ്ട്. യാ ബുനയ്യ അഖിമിസ് സ്വലാ, പ്രിയപ്പെട്ട മോനെ നീ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട മകനെ നീ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് കേട്ടോ. നമസ്കാരം നീ നിന്റെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നിലനിർത്തണം കേട്ടോ. തൊട്ടുടനെ പറയുന്നത് എന്താ? വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. നമ്മളൊക്കെ സാമ്പ്രദായികമായി നമ്മൾ പഠിച്ചു വന്ന ഇതനുസരിച്ച് അഖീമുസ് സ്വലാത്ത വആതു സക്കാത്ത, അല്ലെ, നമസ്കരിക്കണം, നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് പറയേണ്ടത് സക്കാത്തിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചൊക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ചുകൊണ്ട് യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത എന്ന് പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം കേട്ടോ. വസ്ബിർ അലാ മാ അസാബക്, മോനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നീ ക്ഷമിക്കണം കേട്ടോ. കാരണം ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല, കുറച്ച് റിസ്ക് ഉള്ള ഏർപ്പാടാണ്. നമസ്കരിക്കുന്നത് പോലെയും നോമ്പെടുക്കുന്നത് പോലെയും ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത, ആരെയും അലോസരപ്പെടുത്താത്ത, ആരുടെയും ഒരു അസംതൃപ്തിയും ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത ഒരു പണിയല്ല നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ധാരാളമായിട്ടുണ്ടാകും, പലരുടെയും ഉറക്കം കെടുത്തും. പക്ഷെ എന്ന് വെച്ച് സമൂഹത്തിൽ നന്മയുടെ പ്രചരണത്തിനും തിന്മയുടെ ഉന്മൂലനത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പിന്തിരിയാനല്ല പറയുന്നത്. വസ്ബിർ അലാ മാ അസാബക്. അങ്ങനെ ഈ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി, അഥവാ സ്വന്തം ഇസ്ലാമിക നിയോഗ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ ഉണ്ടാകുന്ന പ്രതികരണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിന്നെ പ്രാപ്തമാക്കേണ്ടത് വസ്ബിർ അലാ മാ അസാബക്. നിനക്കുണ്ടാകുന്ന ഏത് ആപത്തുകളിലും സഹന സമരത്തിന്റെ പാതയിൽ നീ നിലകൊള്ളണം, സ്വബർ കൈക്കൊള്ളണം. ഒരിക്കലും ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് പിന്തിരിയുക എന്നതല്ല. ആ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സകല കഷ്ടനഷ്ടങ്ങളിലും സ്വബറിന്റെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ നിനക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഒരു പ്രവാചകൻ പോലും അല്ലാതിരുന്ന ലുഖ്മാന്റെ ഈ ഉപദേശം, തന്റെ മകനെ വിളിച്ചുകൊണ്ടുള്ള ഈ ഉപദേശം ലോകാവസാനം വരെ നിലനിർത്തുന്ന, ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അള്ളാഹു തന്നെ തീരുമാനിച്ച് അതിന്റെ ആ ബാധ്യത പടച്ചവൻ തന്നെ ഏറ്റെടുത്ത പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ടുള്ളത്?
ഒരധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്നാണല്ലോ. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പിതാവിനും തൻ സ്വന്തം സന്താനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും മനോഹരമായ ഉപദേശം എന്തായിരിക്കണമെന്ന പാഠം ഖിയാമത്ത് നാൾ വരെയുള്ള, ലോകാവസാനം വരെയുള്ള വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ അവിടെ ഇഖാമത്തു സ്വലാത്തിനോട് ചേർത്തുകൊണ്ടാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന സംഗതി പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. സൂറത്തു തൗബ, ആ സൂറത്തു തൗബയിൽ പടച്ചവരുമായി കരാറിൽ ഏർപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലെ, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു അവരുടെ സമ്പത്തും ശരീരങ്ങളും വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്തിനാ അള്ളാഹ് വിലക്ക് വാങ്ങുന്നത്? പടച്ചോൻ തന്നതല്ലേ. നമ്മുടെ സമ്പത്തും ശരീരത്തിൽ നമുക്ക് വല്ല അധികാരമുണ്ടോ? നമുക്ക് വല്ല അവകാശമുണ്ടോ? പടച്ചവൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളോട് ഒരു കൂടിയാലോചനവും ഇല്ലാതെ, ഒരഭിപ്രായം ചോദിക്കാതെ, ഒരനുവാദവും ആരായാതെ എപ്പോ വേണമെങ്കിലും റബ്ബിന് തിരിച്ചെടുക്കാവുന്നതല്ലേ ഇത് രണ്ടും. പക്ഷെ അള്ളാഹ് അങ്ങനെ വേണ്ടാതെ പറയുന്നത്. ഇശ്തറാ മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഇഷ്തരി എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ നടത്തും. അറബ് നാടുകളിലൊക്കെ പോയിട്ട് ആളുകൾക്ക് അറിയാം. വെറുതെ വേണ്ടെന്നാണ്. ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരമായി നൽകാമെന്ന കരാറിന്മേലാണ് അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങുന്നത്. അങ്ങനെ അള്ളാഹുമായി ഈ ഒരു കരാർ, വഅദൻ അലൈഹി ഹഖൻ, അള്ളാഹു ഇത്രയും മനോഹരമായ ഒരു കരാർ, അല്ലെ, ഫസ്തബ്ശിറൂ ബിബൈഇകും അല്ലദീ ബായഅതും ബി, ഈ കരാറിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. വമൻ ഔഫാ ബിഅഹദിഹി മിനല്ലാഹ്, പടച്ചവനേക്കാൾ നന്നായി കരാർ പാലിക്കുന്നവൻ ആരുണ്ട് എന്നൊക്കെ അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് ഈ കരാറിൽ ഏർപ്പെട്ട വിശ്വാസികളുടെ സ്വഭാവ സവിശേഷതകൾ, ഈ അള്ളാഹുമായി കരാറിൽ ഏർപ്പെട്ടാൽ ആ വിശ്വാസികളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ മനോഹരമായി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂന റാക്കിഊന സാജിദൂന അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ. അങ്ങനെ അള്ളാഹുമായി കരാറിലേർപ്പെട്ട വിശ്വാസികൾ അവര് പടച്ചവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അൽ ആബിദൂൻ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അൽ ഹാമിദൂൻ, പടച്ചവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അസ്സാജിദൂൻ, പടച്ചവന് സുജൂദ് ചെയ്യുന്നവരാണ്. അർ റാക്കിഊൻ അസ്സാജിദൂൻ അസ്സായിഹൂൻ, അള്ളാഹുവിന്റെ മാർഗത്തിലെ സഞ്ചാരികളാണ്. അങ്ങനെ റുക്കൂഇന്റെയും സുജൂദിന്റെയും തൗബയുടെയും ഒക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഈ പ്രയോഗങ്ങൾ, ഒന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിന്റെ കൂടെ, മറ്റൊന്ന് ഇഖാമത്തു സ്വലാത്തിന്റെ കൂടെ, അതിന്റെ തന്നെ ഭാഗമായ റുക്കൂഇന്റെയും സുജൂദിന്റെയും പടച്ചവനുള്ള സമർപ്പണത്തിന്റെയും ഒക്കെ കൂടെ, ഇതിന്റെയൊക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഈ ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട, ഹൈറിയത്തിന്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ദൗത്യത്തെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, ഈ സമുദായത്തിന്റെ നേതാവ്, മാനവ ലോകത്തിന്റെ മുഴുവൻ വഴികാട്ടിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്തുൽ അഹ്റാഫിലെ 157-ാമത്തെ ആയത്ത് പലതവണ ഞാൻ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ഉദ്ധരിച്ചതാണ്. الذين يتبعون رسول النبي الذي يجدونه مكتوبا عندهم بالتوراة والإنجيل, അവരുടെ കൈകളിലുള്ള ആ വേദങ്ങളിൽ വിശ്വസിക്കുന്ന, തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും ഒക്കെ രേഖപ്പെടുത്തി കാണുന്ന ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാരോ അവരാണ് അള്ളാഹു പറയുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് അർഹമായിട്ടുള്ളവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. ആ വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. ആ പ്രവാചകൻ ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം അതിന്റെ ഏറ്റവും മർമ്മമായി, പിന്നീട് അതിന് ശേഷമാണ് വേറെ കുറെ കാര്യങ്ങൾ. എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചക നിയോഗവുമായി ബന്ധപ്പെട്ട മറ്റു പല ദൗത്യങ്ങളും അതിനോട് ചേർത്ത് പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം പ്രവാചകന്റെ കാലശേഷം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് കൂടിയാണ് നമ്മൾ. ആ ഉമ്മത്തിന്റെ ഭാഗമെന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം, ആ ദൗത്യമായി നിർവഹിച്ച ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന മാർഗത്തിൽ നമ്മുടെയൊക്കെ പങ്ക് എവിടെയാണ്? നമ്മളൊക്കെ അതിൽ എത്രത്തോളം ആ ഒരു ജാഗ്രതയോടുകൂടി ആ നിയോഗ ദൗത്യത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കുറെ കാര്യങ്ങൾ കൂടി
ഇത് നിർവഹിക്കാതിരുന്നതിന്റെ അപകടങ്ങൾ നേരത്തെ കഴിഞ്ഞുപോയ ചില ജനവിഭാഗങ്ങൾ അനുഭവിച്ചതിനെ സംബന്ധിച്ച്, അതുകൊണ്ട് പ്രവാചകൻ ഈ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷ കൊണ്ട് ഈ മുസ്ലിം സമുദായത്തോട് റസൂലുള്ളാഹി നൽകിയ വസിയത്തിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അതും ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ തുടർന്നുള്ള ആഴ്ചകളിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ച ഹൈർ ഉമ്മത്ത് എന്ന് നമ്മുടെ അള്ളാഹു നൽകിയ ആ ഒരു പദവിക്ക് അടിസ്ഥാനമായി നിശ്ചയിച്ച ആ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ആ ദൗത്യത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സാധ്യതയുടെ പരമാവധി ആ മാർഗത്തിൽ നമ്മുടെ അധ്വാനവും സമയവും അതുപോലെ തന്നെ അല്ലാഹു നൽകിയ കഴിവുകളും ഒക്കെ പ്രയോജനപ്പെടുത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.